നിങ്ങൾക്ക് പ്രാർത്ഥനയിൽ വിശ്വാസമുണ്ടോ? ഈ കാലത്ത് പ്രാർത്ഥന, വിശ്വാസം എന്നിവയിൽ നിന്നകന്നാണ് പലരുടെയും ജീവിതം. കാരണം നമ്മുടെ ജീവിതഗതി അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് യുവജനങ്ങൾ. ഒരു പ്രശ്നം ബാധിക്കുമ്പോൾ, തീരുമാനമെടുക്കാൻ കഴിയാതെ വരുമ്പോൾ, ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ അഭയം പ്രാപിക്കുന്നവർക്കറിയാം പ്രാർത്ഥനയുടെ ശക്തി. ആ ശക്തി അചഞ്ചലമാണെന്ന്. ജീവിതത്തിൽ നേരിടുന്ന അനിഷ്ടങ്ങൾ, ആകുലതകൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ ഒന്നും നമ്മെ തളർത്തിക്കളയാൻ സമ്മതിക്കരുത്. പ്രതിസന്ധികളെ നേരിടാൻ മനസ്സിനെ പാകപ്പെടുത്തണം. സന്തോഷമായാലും സങ്കടമായാലും അതിനെ തുല്യതയോടെ സ്വീകരിക്കണം. ആസക്തിയോടെ അത് സ്വീകരിച്ചാൽ അതിൽ നിന്നുണ്ടാകുന്ന ദുഃഖത്തിൽ നമ്മൾ തളർന്നു പോകാനിടയുണ്ട്. പ്രാർത്ഥനയുടെ ശക്തി അചഞ്ചലമാണ്. എല്ലാം തീർന്നെന്നും നഷ്ടമായെന്നും വിചാരിക്കുമ്പോഴും നമ്മുടെ പ്രാർത്ഥന നാം അറിയാതെ പുതിയ പോം വഴികളിലേക്ക് നമ്മെ നയിക്കും. തോറ്റു തളർന്ന എല്ലാ ആശയും മറ്റ് ചെളിക്കുണ്ടിൽ കിടക്കുമ്പോൾ ഒരു അദൃശ്യകരം വന്ന് ഒറ്റ രാത്രി വെളുക്കുമ്പോൾ നമ്മെ വിജയിയായി പ്രഖ്യാപിക്കുന്നത് പോലെ തികച്ചും അപ്രതീക്ഷിതമായ ചില പ്രതിഭാസങ്ങൾ പ്രാർത്ഥനയിലൂടെ സംഭവിച്ചേക്കാം. മെറ്റീരിയലായുള്ള ഗുണങ്ങളല്ല ഞാൻ പറഞ്ഞത്, മാനസികമായി നമ്മെ ബലപ്പെടുത്തുന്ന കാര്യമാണ്. പ്രാർത്ഥന ഒറ്റയ്ക്കായി എന്ന ചിന്തയിൽ നിന്നും നമ്മെ സംരക്ഷിക്കുന്നു. നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കാൻ അപ്പുറത്ത് ഒരാളുണ്ടെന്നുള്ള ചിന്ത തരുന്ന ധൈര്യം അത്ര ചെറുതല്ല. പ്രാർത്ഥനയുടെ ശക്തി അചഞ്ചലമാണ്. എല്ലാം തീർന്നെന്നും നഷ്ടമായെന്നും വിചാരിക്കുമ്പോഴും നാം അറിയാതെ പ്രാർത്ഥന നമ്മെ പുതിയ പോം വഴികളിലേക്ക് കൈപിടിച്ച് നയിക്കുന്നു. സൃഷ്ടാവുമായുള്ള കൈകോർക്കലാണ് പ്രാർത്ഥന. സൃഷ്ടാവിൻ്റെ ആ മഹാകാരുണ്യത്തെ ഇറകെ പുണരാനുള്ള ഒരു ഇടവേളയാണ് ഓരോ പ്രാർത്ഥനയും. നമ്മുടെ സങ്കടങ്ങൾ ഒരു സാഷ്ടാംഗം കൊണ്ട് അപ്രത്യക്ഷമാകും. സന്തോഷം ഒരു പ്രാർത്ഥന കൊണ്ട് ഓടി അരികിലെത്തും. ദുഃഖകരമായ ജീവിത വഴികളിലും കഷ്ടപ്പാടുകൾ നിറഞ്ഞ അനുഭവങ്ങളിലും പ്രാർത്ഥനയിലൂടെ പ്രശാന്തത കൈവരും. നമ്മുടെ കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല പ്രാർത്ഥന. എത്ര തിരക്കിനിടയിലും അത്താണിയായൊരു മഹാസന്നിധിയെ നാം ഓർത്തിരിക്കുന്നുണ്ട് എന്നതും പ്രധാനമാണ്. പ്രാർത്ഥിക്കുന്നതും ഒരു വലിയ ധൈര്യമാണ്. ഹാവ് എ നൈസ് ഡേ.